അപ്പം നമുക്ക് ദക്ഷിൻ്റെ ബുക്കൊക്കെ പൊതിഞ്ഞ് കൊടുക്കാം കേട്ടോ. കുറേ ബുക്കിൻ്റെ പുരൊക്കെ പൊതിഞ്ഞ് മതിയാ. ഞാൻ എല്ലാം ഇങ്ങനെ കോളേജ് നോട്ടാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ എന്താ അറിയോ, അപ്പോൾ നോട്ട്സൊക്കെ കുറേ ബുക്കിലായിട്ടുണ്ട്. ചെറിയ ബുക്കാകുമ്പോൾ കുറച്ച് ഒരു എന്താ പറയുക 2 പാടം 3 പാടമൊക്കെ ആകുമ്പോൾ പുതിയ ബുക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് കാലാണ്ട് പോകും. ഇനി നമുക്ക് കോളേജിലോട്ട് വാങ്ങുന്നു. അപ്പോൾ അതിലേക്ക് നമുക്കത് പുതിയ ഞാനില്ലേ ബുക്ക് പൊതിഞ്ഞ് കൊടുക്കൂട്ടോ. ദക്ഷ അപ്പോഴത്തേന് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളത് ചെയ്യും കേട്ടോ. പേരൊക്കെ എഴുതി കൊടുക്കണം കേട്ടോ. ദർശയ്ക്ക് മക്കൾക്ക് ദർശ പേരെഴുതി കൊടുക്കാം. പുസ്തകമൊന്നും കിട്ടിയിട്ടില്ലേ. പുസ്തകം കിട്ടുമ്പോൾ പുസ്തകമൊക്കെ വളരെ പുതിയ ഇപ്പോൾ കാണിച്ചു തരും കേട്ടോ. കഴിഞ്ഞു ബുക്കൊക്കെ പോയിരുന്നു. ദർശക നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് തന്നു. നമുക്ക് പേരെഴുതാം. ഇത് കണ്ടോ, ബുക്കിന് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് വെച്ചാണ് ബുക്കിന്റെ ബാക്ക് സൈഡ്. പേരെഴുതാൻ എടുത്തപ്പോ കണ്ടോ ബുക്കിന്റെ ബാക്ക് സൈഡ്. ഇതാണ് ദക്ഷയുടെ നെയിം സ്ലിപ്പ് ഒട്ടി. ഇത് മുന്നില്ല കേട്ടോ, മുന്നില്ല ഇത് മുന്നോക്കം. ഓക്കെ, ഇതൊക്കെയാണ് കേട്ടോ ദക്ഷയ്ക്ക് സ്കൂളിലേക്ക് വേണ്ടി വാങ്ങിച്ചത്. അപ്പം അധികമൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, ഇത്രയും ആവശ്യമുള്ളൂ ശരിക്കും. പിന്നെ ഇതിലിപ്പോൾ ക്രയോൺസ് അധികമാണെന്ന് തോന്നുന്നു. പിന്നെ ബാഗും ബോട്ടിലും ഒക്കെ ഉള്ളത്. പിന്നെ ഒരു ബോക്സ്. ഇതാണ് കുറച്ച് അധികം റേറ്റ് ആയത്. ഇത് ശരിക്കും ഇത്ര വിലയുള്ളൊരു ബോക്സിൻ്റെ ആവശ്യമില്ല. എന്നാലും ആഗ്രഹം ഉണ്ടാകുന്ന വല്ലപ്പോഴും പറയുന്ന ആഗ്രഹം ആയതുകൊണ്ട് സാധിച്ചു കൊടുക്കാം കേട്ടോ. രസമുണ്ട്, കൊള്ളാം. നോക്കൂ ദർശൻ്റെ ഇതാണ് ദർശ സെലക്ട് ചെയ്ത ബാഗ്. കുറേ ബാഗ് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ബജറ്റിന് ഒതുങ്ങുന്ന ഒരു ബാഗ് കിട്ടി. അത് ഇതാണ് ആ ബാഗ്. ഇഷ്ടമായില്ലേ ദർശയ്ക്ക്? പക്ഷെ സെലക്ട് ചെയ്ത കളറാണ്. നമുക്ക് ഇഷ്ടമായോ? ബോട്ടിലൊക്കെ ദർശ സെലക്ട് ചെയ്തതാണ്. ഇതാണ് കേട്ടോ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. ഞങ്ങളുടേത് ഇത്രേ ഉള്ളൂ. ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ എക്സ്ട്രാ വാങ്ങിച്ചത് ഈ റബ്ബറാണ്. രസമുണ്ട്, കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങി കേട്ടോ.